നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നമ്മളൊരു യൂസ്ഡ് വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു നല്ല മനോഹരമായ വീട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രൽ സിറ്റിയിൽ നിന്ന് നമുക്കൊരു 15 കിലോമീറ്റർ മാറിയിട്ട് അന്തിയൂർക്കോണം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു ലോറി സൈറ്റാണ് നമുക്ക് ഈ കാണുന്നത്. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വീടും കൂടെയാണ്. നമുക്ക് സോളാർ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഒരു യൂസ്ഡ് വീടാണ്. നമുക്കൊരു 10 വർഷം പഴക്കമുള്ള ഒരു യൂസ്ഡ് വീടാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ ഒന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന ആണ് നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ സുഖമായിട്ട് കാറൊക്കെ അകത്തോട്ട് കയറാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. 5.25 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് നമുക്ക് വരുന്നത്. സൈഡിലായിട്ടൊക്കെ തന്നെ നമുക്ക് ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടേജിൽ തന്നെ നമുക്കൊരു 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഒരു കവേർഡ് ആയിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് കവർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലാണ് നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കിണറും നമുക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. കൂടാതെ പൈപ്പ് കണക്ഷന് നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിൽ വരുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസൈനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. വീട് നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് നമുക്ക് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. നിലവിൽ നമുക്കിവിടെ ആൾതാമസമുള്ളൊരു വീടാണ്. നമുക്ക് ഏകദേശം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിനും കാര്യങ്ങളും ചെയ്തു പോകുന്ന നല്ലൊരു വീടും കൂടെയാണ്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. 10x8 ഡയമെൻഷൻ വരുന്ന ഡൈനിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് 6 ചെയറൊക്കെ ഉൾപ്പെടെ വരുന്ന ഒരു ഡൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തി മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരു കോക്കറി ഷെൽഫ് നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും 10x11 ഡയമെൻഷൻ വരുന്ന കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്കിവിടെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്കിവിടെ നല്ല മാർബിളിൻ്റെ സ്ലാബും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ താഴെ നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പണി ചെയ്താണ് വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ്. അത് മാത്രമല്ല നമ്മൾ ഇൻവെർട്ടർ ഏരിയയും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വച്ചിരിക്കുന്ന സ്പേസ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ സ്പേസ് തന്നെയാണ് നമുക്ക് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ. താഴെ ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ തന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ റൂമിൽ നമുക്ക് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂം. രണ്ടാമത്തെ ഒരു ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് നമുക്ക് ഹാൻഡിൽസ് എല്ലാം വരുന്നത്. നല്ല വിശാലമേറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പ്ലസ് നമുക്കൊരു
ഈ ഒരു ഓപ്പൺ സ്പേസ് ഏരിയ നമുക്കിവിടെ വരുന്നത് ടെറസാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തുണി ഉണക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷീറ്റും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് ഇതുവഴി നമുക്ക് പോകുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 12x14 ഡയമെൻഷനാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ്. ഇത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമാണ്. അത്ര അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് നമ്മൾ ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വേണ്ടി ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത്. 16x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ്. നമുക്ക് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ വിശാലമേറിയ ഒരു റൂമാണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് ഈ ഒരു റൂമിലും വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമും കൂടെ തന്നെയാണ് ഈ റൂമിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല മനോഹരമായ വീട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പറയുമ്പോൾ 250 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യൂസ്ഡ് വീടാണ്. 10 വർഷം പഴക്കമേ നമുക്ക് ഈ ഒരു വീടിന് വരുന്നുള്ളൂ. 5.25 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത ഈ ഒരു മനോഹരമായ 4 ബെഡ്റൂം വരുന്ന 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 65 ലക്ഷമാണ്. അന്തിയൂർക്കോണം എന്നുള്ള സ്ഥലത്താണ് നമുക്കിത് വരുന്നത്. കാട്ടാക്കടയ്ക്ക് അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു 65 ലക്ഷമാണ് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ വീട് വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലോൺസും കാര്യങ്ങളും നമുക്ക് ഈ വീടിന് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ലോൺസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.